ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ട്രെൻഡിങ് ക്രിസ്മസ് ട്രീക്ക് ശേഷം ഈ വർഷം വേറൊരു ക്രിസ്മസ് ട്രീ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത സെയിം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് തന്നെ വേറൊരു മോഡൽ ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട. കഴിഞ്ഞ വർഷം സെയിം സാധനങ്ങൾ വാങ്ങിയവരൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് പുതിയൊരു മോഡൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. അപ്പം ആദ്യം വേണ്ടത് ഒരു ചുമരാണ്. യെസ്, ചുമര്. നമുക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇങ്ങനെ പരന്ന ചുമരും എടുക്കാം. പക്ഷെ ഞങ്ങൾ എടുക്കാൻ പോകുന്നത് ഇങ്ങനെയൊരു കോണാണ്. അപ്പോൾ നമുക്കൊരു മരത്തിൻ്റെ ഒരു ആംഗിൾ കിട്ടുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തൊരു സാധനം ഒട്ടിക്കണം. അപ്പോൾ അതെന്താണെന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട മെയിൻ ഐറ്റമാണ് ദേ ഈ കാണുന്ന ബോൾ സ്റ്റിക്ക്. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ട് എത്രയാണ്, 50 രൂപയ്ക്കൊക്കെ 10 എണ്ണം കിട്ടും. അപ്പോൾ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങിക്കണം. ഇതില്ലാത്തവർ ഇത് വാങ്ങിക്കണം. എന്തായാലും ഇത് വേണം, ഇത് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം മരം ഉണ്ടാക്കിയവരാണെങ്കിൽ വെറും ഒരു 50 രൂപ ചെലവിൽ നമുക്ക് പുതിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. സോ കാണാം. അപ്പം നമുക്ക് ഈ നേതാവിന്, ഈ വലിയ ആളെ നമുക്ക് എത്ര ഹൈറ്റ് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഒരു ഹൈറ്റിൽ മെയിൻ സാധനം ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെങ്ങനെ ഹൈറ്റ് വേണമല്ലോ ക്രിസ്മസ് ട്രീക്ക് എന്തായാലും. അപ്പോൾ നമ്മൾ അവിടെ ഫസ്റ്റ് ഇതൊരു കോണായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കോണാക്കി ഒട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റത്തെ ഞങ്ങളൊന്ന് ചരിച്ചാണ് ഒട്ടിക്കുന്നത്. അവിടെ നമുക്ക് സ്റ്റാറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല സ്ട്രെയിറ്റ് ആണെങ്കിൽ കറക്റ്റ് നടുക്കായിട്ട് ഒട്ടിക്കുക കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സ്മൈൽ. പോരല്ലേ. നെക്സ്റ്റ് 2 എണ്ണം ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ഈ വാൾ സ്റ്റിക്ക് ഓരോന്നായിട്ട് ക്രോസ് ആയിട്ട് ഇങ്ങനെ ചുമരിൽ വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ ഒക്കെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ആവാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പിന്നെ അളവ് മാറിപ്പോവില്ല. അപ്പം ഒന്ന് സൂക്ഷിച്ച് വെക്കുക. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം നല്ല സെറ്റപ്പായിട്ട് തന്നെ വെക്കാം. സ്ട്രെയിറ്റ് ചുമരാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതൊരു കോണായതുകൊണ്ടാണ് ഇത്ര പ്രശ്നം. പക്ഷേ കോണാകുമ്പോൾ കുറച്ചുകൂടി ഒരു 3D ആംഗിൾ കിട്ടുമല്ലോ എന്ന് ഓർത്താൽ നമ്മൾ മേലെ കുറച്ച് അടുപ്പിച്ച് കൊടുത്താലും താഴോട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. കയറണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ യെല്ലോയുടെ വാൾ സ്റ്റിക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു 20ൻ്റെ 2 പാക്കുകളും കൂടെ വാങ്ങിയായിരുന്നു. അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം വലിയൊരു ക്രിസ്മസ് ട്രീ ആണ്. ഇത്ര വലുപ്പമില്ലെങ്കിലും നമ്മുടെ എത്ര വലുപ്പത്തിലാണോ അത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി. പിന്നെ കുറച്ചുകൂടെ അടുപ്പിച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഞങ്ങൾക്ക് ഉണ്ടാക്കിയതിന് ശേഷം തോന്നി. ശരിയാക്കാം, ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഓക്കെ, ലെറ്റ്സ്. നമ്മളപ്പം ബേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സംഭവം ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ താരം. ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കമ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് അടുത്തേക്ക് വാ. തുടക്കത്തത് കുറച്ച് ലെങ്ത്തിൽ തന്നെ വെക്കുക, കാരണം വിട്ടു പോകരുതല്ലോ. എന്നിട്ട് നമുക്കതൊന്ന് ചുറ്റിക്കൊടുത്താൽ മതി. കമ്പി ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നോളും. ഓക്കെ, സെറ്റ്. മനസ്സിലായോ? ഇനി നമുക്ക് തിരിച്ച് ഓരോ കമ്പിയിലേക്ക് വരുമ്പോഴും ഒന്ന് ചുറ്റി സെക്യൂർ ആക്കിയതിന് ശേഷം മാത്രം എടുക്കുക. കാരണം ചുമ്മാ നമ്മൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപോകും. നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റാം. പിടിച്ചൊക്കെ ചുറ്റാം കേട്ടോ. ഒരുപാട് ഭയങ്കരമായിട്ട് വലുതാക്കി ടൈറ്റ് ആക്കണ്ട. ഇതിന് കുറച്ചൊരു അഴവ് കൊടുക്കുക. കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ടൈറ്റായിട്ട് ഇവിടുന്ന് ഇങ്ങനെ വിട്ടുപോകും ചിലപ്പോൾ. നമുക്കിത് ഇതിനോടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അല്ലേ. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം ട്രീ സെറ്റ് ആയിട്ടുണ്ട്. ഇത് അടുപ്പിച്ച് വേണ്ടവർക്ക് അടുപ്പിച്ച് ചെയ്യാം. ഇങ്ങനെ ലെങ്ത്ത് വെച്ചവർക്ക് ഇത്രയും സാധനം ഇല്ലെങ്കിൽ ഇതിലും ലെങ്ത്ത് കുറച്ചും ചെയ്യാം.
ആസ് യു വിഷ്. ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് തൂക്കാം. കുറച്ച് ബോൾസ് അവിടെയൊക്കെ ആയിട്ട് തൂക്കിയിടാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഇതുമ്മ തന്നെ സുഗമമായിട്ട് തൂക്കാം. എന്നിട്ട് നമുക്ക് നടുക്കേക്കൊക്കെ പോവാം കേട്ടോ. കൊള്ളാം അല്ലേ? നടുക്കൊക്കെ ഇത് തൂക്കുന്നത് എക്സ്ട്രാ ഒരു നൂല് നമ്മൾ അതിൻ്റെ മുകളിൽ കെട്ടിയിട്ട് നൂല് അവിടെ കെട്ടി വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിട്ടിരിക്കുമല്ലോ എന്നോർത്തു. സോ നമുക്കതെങ്ങനെ കെട്ടിയതെന്ന് കാണിച്ചു തരാം. ചുമ്മാ നമ്മളൊന്ന് അവിടെ ടൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അത്യാവശ്യം തോരണങ്ങളൊക്കെ തൂക്കി. ഇനി നമുക്ക് LED ലൈറ്റ് വെക്കാം. ഞങ്ങളുടെ കയ്യിലുള്ള LED ലൈറ്റ് ഇപ്പോൾ ഈ മോഡലാണ്. നിങ്ങൾക്ക് സാധാ LED ലൈറ്റ് ആണെങ്കിലും വെക്കാം. ഇതാകുമ്പോൾ നമുക്ക് തോരണം കുറച്ചുകൂടെ കുറച്ച് മതി. ഡെക്കറേഷൻസ് ഇതിനകത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുക കേട്ടോ. കാണിച്ചു തരാം. അതിൽ തന്നെ നമുക്കിതിൻ്റെ എഡ്ജ് ഇവിടെ ക്രോസിൽ നമുക്ക് അപ്പം നമ്മൾ ഏകദേശം ഫൈനൽ സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് LED ലൈറ്റ് താഴെ വരെ തികഞ്ഞില്ല. ഇറ്റ്സ് ഓക്കെ, ലെങ്ത്ത് കുറവാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് മേലെ കുറച്ചുകൂടെ ഒന്ന് വർണ്ണശബളമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലൈറ്റ് ഇട്ടിട്ട് എങ്ങനെയാണ്. ഞാൻ ഇതൊക്കെ ഫൈനൽ ടച്ചപ്പിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കെട്ടി തൂക്കുകയാണ്. നമുക്ക് മേരി ക്രിസ്മസ് വെക്കണ്ടേ? അപ്പോൾ നമുക്ക് മേരി ക്രിസ്മസ് വെക്കാം. കമാ. ഇത് വെക്കൽ ഇച്ചിരി ടാസ്ക് ആയിരിക്കും. നമുക്ക് ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ചത് ഇവിടെയാണ് വെക്കാൻ. പക്ഷെ അവിടെ വെച്ചാൽ ഒരു സുഖമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് താത്തി ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ കോണായതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, വെക്കാം. ബാ. അപ്പോൾ നമ്മൾ മേരി ക്രിസ്മസ് ഒട്ടിച്ചു, സ്റ്റാറും ഇട്ടു. ഇനി നമുക്കിത് ലൈറ്റ് ഒന്ന് ഇട്ട് കാണാം. അപ്പം ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ കംപ്ലീറ്റ് ലുക്ക്. നമുക്കിത് ലൈറ്റ് ഇട്ടിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഈ വർഷത്തെ. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ക്രിസ്മസ് കുറേ വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കംപ്ലീറ്റ്ലി എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഈ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തെ ട്രെൻഡിങ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയവർക്ക് ഈ സാധനം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു സീറോ ബാലൻസിൽ വെക്കാൻ പറ്റിയൊരു ക്രിസ്മസ് ട്രീ ആണിത്. നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ഒരു ചുമരില്ലെങ്കിലും പതിഞ്ഞ ചുമരായാലും ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ ക്രിസ്മസ് ട്രീ ആരെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ അയച്ചു തരാം കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രം ഹെയ്റ്റ് സവിത സംഗീത്. ബൈ.